എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരു സംസാരത്തിൻ്റെ രീതി, അത് രമേശ് ചെന്നിത്തലയാണേലും വി ഡി സതീശനാണേലും ഒക്കെ, അവരുടെ സംസാരം വിവിധ വിഷയങ്ങളെക്കുറിച്ച് അവർ പറയുമ്പം ഇതെല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ കൊള്ളാം എന്നൊരു ആംഗിളിൽ അവർ പറയുന്നത്. അല്ലാതെ അവർ കർശനമായിട്ട് ഒന്നും പറയുന്നില്ല. രമേശ് ചെന്നിത്തലയാണെങ്കിലും വലിയ കർശനമായിട്ടൊന്നും പറയുന്നില്ല. ഈ വി ഡി സതീശനാണേലും വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇതൊക്കെ നോക്കി കണ്ടുമൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന രീതിയിലാണ് കുറച്ച് കാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാവമാണ് കേട്ടോ, ദോഷം കിട്ടും കേട്ടോ എന്ന ഒരു ടോണിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ പണ്ട് അത്ഭുതക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു അബ്ദുള്ളക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ UDF ലും LDF ലും ഒക്കെ കഴിഞ്ഞ് ഇപ്പം BJP യിലാണെന്ന് അതൊന്ന്. അപ്പോൾ അങ്ങേരുടെ സംസാരത്തിൻ്റെ ഒരു രീതിയുണ്ട്. കഷ്ടമുണ്ട് കേട്ടോ, ദോഷമുണ്ട് കേട്ടോ, ദോഷം കിട്ടും കേട്ടോ, ഇങ്ങനെയൊക്കെ പുള്ളി സംസാരിക്കുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അറിയാം ഇത് ഇയാളുടെ ഒറിജിനൽ സ്വരമോ ഒറിജിനൽ മുഖമോ ഒറിജിനൽ മനസ്സോ ഒന്നുമല്ല, ഇത് വെളത്തിലാണ്. കഷ്ടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുന്ന കഷ്ടമുണ്ട് കേട്ടോ. ചില പെൺപിള്ളേർ മറ്റേ പിള്ളേരോട് പറയില്ല കഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ എന്ന് പറഞ്ഞാലും ഇതൊക്കെ ചുമ്മാ വെളത്തിൽ മാത്രമാണ്. അപ്പം UDF ൽ പ്രതീക്ഷ നൽകുന്ന കുറേ ചെറുപ്പക്കാർ നേതാക്കന്മാരുണ്ട്. രാഹുൽ മാങ്കൂട്ടം, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, ശബരിനാഥ്, ബൽറാം, മാത്യു കുഴൽനാടൻ, ഇങ്ങനെ കുറേ ആളുകൾ UDF ൽ എണ്ണി പറയാൻ കൊള്ളാവുന്നത് ഉണ്ടായിരുന്നു എന്ന് വേണം ഇനി പറയാൻ പറ്റും. ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഇങ്ങനത്തെ ഒരു സംഘം ചെറുപ്പക്കാർ പറയുന്നതിൻ്റെ ബാക്കി പറയാനും മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സംഘം ആളുകൾ, ഈ അന്തം സല്ലാത്ത ആളുകളുടെ എല്ലാം ഒരു പ്രതീക്ഷയായിരുന്നു ഇവർ കുറച്ച് പേര്. എന്നാൽ LDF ൽ ഇങ്ങനത്തെ ആളുകൾ പേരെടുത്ത് പറയാൻ ചെറുപ്പക്കാർ ഒറ്റയൊരെണ്ണം പോലും ഇല്ലെന്നുള്ള സത്യം. കാരണം അവർക്ക് ഈ പാർട്ടി ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന മനുഷ്യന് മനസ്സിലാകാത്ത കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാനേ അവർക്കറിയാവും. അങ്ങനെ കുറേ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അല്ലാതെ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് സംസാരിച്ച് അതിൻ്റെ വശമായിട്ട് മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ സംസാരിക്കാൻ അറിയാവുന്നവരതിനകത്ത് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ UDF ൽ ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഈ LDF ൻ്റെ ഏറ്റവും വലിയൊരു പ്രചരണ ആയുധമാണ് ഈ പെണ്ണ് കേസ് എന്ന നാറ്റക്കേസ് എന്ന ചീള് കേസ്. ഈ പെണ്ണ് കേസ് അങ്ങോട്ട് അടിച്ചിറക്കി വിട്ട് കഴിയുമ്പം അതിന് തക്കവണ്ണം ഈ പെണ്ണ് കേസിന് പറയാൻ കുറേ പെണ്ണുങ്ങളും അങ്ങനെ ഒരു നാറ്റക്കേസ് ഇട്ട് ചീറ്റിച്ചിട്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടിയെ തീർത്ത് വിട്ടത്. അതിൻ്റെ തിക്താനുഭവമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ കിടക്കുന്ന ജനമെല്ലാം അനുഭവിക്കുന്നത്. അങ്ങനെ ഒന്നും കൂടി അവിടെ ഇരുന്നായിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നാട്ടുകാർക്ക് ഒത്തിരി ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം ഒരു ചീഞ്ഞളിഞ്ഞ പെണ്ണ് കേസുമായിട്ട് വന്ന് അങ്ങനെ ഒതുക്കി തീർത്തതുപോലെ അന്ന് അതിൻ്റെ പുറകെ കളിച്ചവർക്ക് മനസ്സിലായി ഈ പെണ്ണ് കേസ് അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലാ കേസും അങ്ങ് ഒതുങ്ങിക്കോളും. ഒന്നാമത്തെ കാര്യം, ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മറയ്ക്കാനുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇതുപോലൊരു പെണ്ണ് കേസ് അങ്ങ് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തേന് അതിൻ്റെ പുറകെ പത്രക്കാർ, ചാനലുകാർ, പിന്നെ ബാക്കി സകലമാന മനുഷ്യർ അതിൻ്റെ പുറകെ പൊക്കോളും. യൂട്യൂബുകളിലാണേലും അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം ഇതിൻ്റെ പുറകെ ആൾ പോകുന്നത് കൊണ്ട്, ഈ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടുന്നത് കൊണ്ടും അതിൻ്റെ മെച്ചമുള്ളത് കൊണ്ടും ഈ ചീള് കേസിന്, നല്ല തനി മലയാളം പറഞ്ഞാൽ ഇത് കൂട്ടി ഈ അപരാധ കേസിന് അതിന് കേൾവിക്കാരും കാഴ്വിക്കാരും കണ്ടമാനോ യഥാർത്ഥ വിഷയങ്ങൾ മറയ്ക്കും. ഇത് കൂട്ടി ഒരു കേസ് ഒപ്പിച്ച് വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസ് ആണെന്നാണ് ആദ്യത്തെ പ്രാവശ്യം കേട്ടപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലൊക്കെ ഞാനൊക്കെ ധരിച്ചു വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഉമ്മൻചാണ്ടിക്കെതിരെ പണിതതുപോലെ ഒരു പണിയാണോ എന്നൊരു സംശയത്തിൽ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇതിനകത്ത് ചില കാര്യങ്ങൾക്കകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു ആംഗിളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ വോയിസ് ക്ലിപ്പുകളും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒന്നും ഇന്ന് കേൾക്കുമ്പോൾ അത്ര നിഷ്കളങ്കനായ ഒരു കുഞ്ഞാണ്, പാല് കുടിക്കുന്ന ഇള്ള കുഞ്ഞാണ് എന്നൊന്നും ചിന്തിക്കാവുന്ന ഒരവസ്ഥയിലല്ല ഈ കാര്യങ്ങളുടെ പോക്കെന്ന് നമുക്ക് മനസ്സിലാവും. ശരിക്കും ഈ മനുഷ്യൻ ഗ്ലാമറിനേക്കാൾ അധികം കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി, മനുഷ്യന് മനസ്സിലാകുന്ന പോലെ സംസാരിക്കും. എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ബാക്കി കൊടുക്കാൻ, അതിന് മറുപടി പറയാൻ ശക്തനായിരുന്നു.
അപ്പം നമ്മൾ സംശയത്തിൽ നിൽക്കുന്ന 2-3 കാര്യങ്ങൾ, മാത്യു കുഴൽനാടൻ ഇതുവരെ സംസ്ഥാന ഭരണത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. കുഴൽനാടനെ ചുരുട്ടിക്കൂട്ടി ഓടിച്ച് മടക്കി വീട്ടിൽ കയറ്റി. ബൽറാം ഇതുപോലെ സംസാരിച്ചു, ബൽറാമിനെ ഒതുക്കി മാറ്റി. ഇപ്പോൾ ഏറ്റവും അവസാനം ആകെ കേരളത്തിൽ ചില കാലങ്ങളായിട്ട് ഒരു പ്രതിപക്ഷ സ്വരം എന്ന് പറയുന്നത് രാഹുലിൻ്റെ മാത്രമായിരുന്നു. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടെന്ന് പറഞ്ഞാലും വാ വിളിച്ച് വല്ലതും പറഞ്ഞിട്ട് വേണ്ട വല്ലതും അറിയാൻ. അതങ്ങനെ ഇല്ല താനും. വിഷ്ണുനാഥ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവരാരും ഇപ്പം മിണ്ടുന്നില്ല. കാരണം കർശനമായി ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞാൽ ചുരുട്ടിക്കൂട്ടി ഭിത്തിക്കകത്ത് കയറ്റും എന്നുള്ള ഒരു ഭാവം ഉള്ളതുകൊണ്ട് ഇവരെല്ലാം പുറകോട്ട് നിൽക്കുക. രാഹുൽ ഇങ്ങനെ നിന്നപ്പോൾ കേരളത്തിലെ ഒരു ആവറേജ് ജനം പ്രതീക്ഷിച്ചിരുന്നു, ഇയാൾ വളർന്നു വരുന്നൊരു നേതാവാണ്, ഇയാൾ നാളെ ഈ സമൂഹത്തിനൊരു ഗുണമാണ്, ഇയാൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ, ഇയാൾക്ക് ചെറുപ്പമാണല്ലോ, വിവരമുണ്ടല്ലോ, വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്നൊക്കെ ഒരു സംഘം ജനം ചിന്തിച്ചിരുന്നു. എന്നാൽ രാഹുലെ, താങ്കളോട് പറയട്ടെ, താങ്കൾ ഒരു പൊതുപ്രവർത്തകനായിരുന്നത് കൊണ്ടും കേരളത്തിലെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നത് കൊണ്ടും താങ്കൾ ഇത് വളരെ ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് ബിസിനസ്സിനകത്തെ വെട്ടിപ്പോ സാമ്പത്തിക തട്ടിപ്പോ ഒന്നുമല്ല, പെണ്ണ് കേസാണ്. അത് വെറും ചീഞ്ഞ പെണ്ണ് കേസ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സിലുള്ള ഒരു വലിയ പ്രതീക്ഷ ഇടിഞ്ഞു പോയത്. നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകും എന്ന് നല്ലൊരു ശതമാനം സാധാരണക്കാർ, അന്തംസല്ല സാധാരണക്കാർ വിശ്വസിച്ചിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. ആ രാഹുലിൻ്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ ചില ചാനലുകാർ രാഹുലിനെ വിളിക്കുന്ന ചാറ്റർജി എന്ന് പറഞ്ഞാൽ ചാറ്റിങ്ങിനകത്തെ അസാധ്യ പണ്ഡിതനാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കും, കാരണം പുതിയ പിള്ളേരുടെ കൂട്ടത്തിലുള്ളതല്ലേ, അവർക്ക് ഇത് കൂടെ പണിയൊക്കെ അറിയായിരിക്കും. വയസ്സന്മാർക്ക് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഒന്നും അറിയത്തില്ലാത്തത്. ഇപ്പോൾ ഈ ചാറ്റർജി എന്ന് വിളിക്കുന്നെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന പല വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രശ്നമുണ്ടായ ഒരു കാര്യം, പാർട്ടിയുടെ ഉത്തരവാദിത്തം രാജിവെച്ചതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് ഇരുന്ന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഹൈക്കമാൻഡിനും കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടിയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ MLA സ്ഥാനവും മിക്കവാറും രാജിവെക്കേണ്ടി വരാമല്ലോ. എൻ്റെ ഭയം അതല്ല, ഞാൻ ചിന്തിച്ച വിഷയം അതല്ല. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും സംസാരിക്കാൻ കഴിവും അറിവും ബോധവും വിവരവും വെളിച്ചവും വെള്ളിയാഴ്ചയുള്ള ഈ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം ഇതാണെങ്കിൽ കേരളത്തിലെ ഭീകരന്മാരായ രാഷ്ട്രീയക്കാരുടെ യഥാർത്ഥ മുഖം എന്നതായിരിക്കും? ഇയാൾ ഈ രീതിയിലാണെങ്കിൽ, ഇപ്പോൾ ഒരുത്തി പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് എന്നെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതൊക്കെ സത്യമാണോ എന്ന് ദൈവത്തിനറിയാം. അങ്ങനെയാണെങ്കിൽ, ഇതൊക്കെ സത്യമാണെങ്കിൽ, ഞാൻ ഓർക്കുന്നത് ഇവിടുത്തെ വലിയ ഭീകരന്മാർ പെൺപിള്ളേരെ കിട്ടിയ ഈ കണക്കിന് പോയ പച്ചയ്ക്ക് തിന്നുമല്ലോ അവന്മാർ. ഇത്രയും ഇതായിട്ടുള്ളവരുടെ മുഖം ഇതാണ് ഒറിജിനൽ മുഖം എങ്കിൽ പെണ്ണുങ്ങളെ കിട്ടിയ തിന്നുന്നവന്മാരായിരിക്കുമല്ലോ മറ്റവന്മാർ. ഇങ്ങോട്ടൊരു നിക്ഷേപം ഇല്ലെങ്കിലും അമേരിക്കയിലും ദുബായിലും നിക്ഷേപം ഉള്ളവരുടെയൊക്കെ യഥാർത്ഥ മുഖം വെളി വരുവാണ്. ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ ജീവിക്കും. ഇത് എന്തൊരവസ്ഥയായത്? ഇങ്ങനെ പോയാൽ ഈ നാട്ടിൽ ആരെ വിശ്വസിക്കും? ഇനി ഇപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ഷാഫിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെയും. തെളിച്ചിങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം കേരളത്തിൽ കള്ളന്മാരല്ലാത്തവർ ഒരുത്തരും ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇതിനകത്തൊരു യാഥാർത്ഥ്യം എന്നാണെന്നറിയോ? ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയക്കാരെ എല്ലാം നാട്ടുകാർക്കറിയാം. പെണ്ണ് പിടിക്കുന്നവനെ കൃത്യമായിട്ടറിയാം, കള്ള് കുടിക്കുന്നവനെ കൃത്യമായിട്ടറിയാം, പിന്നെ ബിസിനസ്സുകളുള്ളവനെ കൃത്യമായിട്ടറിയാം, ബിനാമി ഡിപ്പോസിറ്റുകളുള്ളവനെ കൃത്യമായിട്ടറിയാം, തോന്നിവാസങ്ങൾ കാണിക്കുന്നവനെ ഒക്കെ ജനത്തിനറിയാം. പിന്നെ LDF പറയുന്ന പോലെ എന്തായാലും പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് പറയുന്നിടത്ത് UDF ഇപ്പം ഞങ്ങൾ നിയമപരമായി നേരിടുമെന്നേ പറയുന്നുള്ളൂ. ഏതൊക്കെയാലും അവനോ നിൽക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക ഉത്തരവാദിത്തം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തം രാജിവെച്ചെങ്കിൽ താങ്കൾ നിഷ്കളങ്കനാണെന്ന് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. MLA സ്ഥാനം വേണമെങ്കിൽ പൊതു സ്ഥാനമായതുകൊണ്ട് രാജിവെക്കാമായിരുന്നു. അത് രാജിവെക്കാതെ പാർട്ടിയുടെ ഉത്തരവാദിത്തം രാജിവെച്ചപ്പം സ്വാഭാവികമായിട്ട് പാർട്ടിക്കകത്ത്
നിങ്ങളുടെ വെടി തീർന്നു, നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് ഞങ്ങൾ പൊതുജനം മനസ്സിലാക്കേണ്ടി വരും. അതേസമയത്ത് MLA സ്ഥാനം രാജിവെച്ചിട്ട് മാന്യമായിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയായിരുന്നെങ്കിൽ ശരി. പക്ഷേ പാർട്ടിക്കകത്ത് വന്നപ്പം പാർട്ടിക്ക് അകത്തുള്ളവർക്ക് മനസ്സിലായി, അവർക്കറിയാമല്ലോ ഇതിൻ്റെ കളികളോ. ഇതിനകത്ത് എത്ര കോഴിയുണ്ടെന്ന്, UDF-നകത്ത് എത്ര കോഴിയുണ്ടെന്ന് അതിൻ്റെ നേതാക്കന്മാർക്ക് അറിയാമല്ലോ. LDF-നകത്ത് എത്ര കോഴിയുണ്ടെന്നും എത്ര പിടിച്ചുപറിക്കാരുണ്ടെന്നും ബലാത്സംഗക്കാരുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടുകാർക്കും അറിയാവുന്നേ. പിന്നെ അത് വീഡിയോ ആയിട്ട് നാട്ടുകാരുടെ കൈ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്നതാണേലും രാഹുൽ, താങ്കളുടെ ഭാഗത്തുനിന്ന് വന്ന ഇത് വളരെ മോശമായിപ്പോയി. ഇത് മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് താങ്കൾ സമൂഹത്തോട് ചെയ്ത തെറ്റ് ചെയ്തെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ താങ്കൾക്ക് ഇതിനകത്ത് ഈ സമൂഹത്തോട് താങ്കൾ ചെയ്തൊരു വലിയ ചതിയാണ്. കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും താങ്കളിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം താങ്കൾ കളഞ്ഞു കുളിച്ചു. ഇത് താങ്കൾക്ക് ഇനി ഇതിനകത്തുനിന്ന് കയറി വരാം എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവരെങ്കിലും ഒരു മര്യാദയുടെ രീതിയിൽ ഒന്ന് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ നാട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വ്യഭിചാരികളുടെയും പിടിച്ചുപറിക്കാരുടെയും നാടായിട്ട് ഒരു സോദവും ഗോമോറവും ആയിട്ട് മാറും. ആരും രക്ഷിക്കാനുണ്ടാവില്ല എന്ന് സങ്കടത്തോടെ ഓർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.